എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +1 കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ സോലുബിൾ സോൾട്ടുകൾ, അതായത് വാട്ടർ സോലുബിൾ സോൾട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സംസാരിക്കേണ്ടത് വാട്ടർ സോലുബിൾ സോൾട്ടുകൾക്ക് എക്സാമ്പിൾ അറിയണം, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓർമ്മിക്കണം, അതൊരു ചോദ്യമാണ്. അതുകൂടാതെ ഈ വാട്ടർ സോലുബിൾ സോൾട്ടുകൾ ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത്, വെള്ളത്തിലിടുന്ന സമയത്ത് കിട്ടുന്ന സൊല്യൂഷന്റെ ക്യാരക്ടർ എന്താണ്, അത് അസിഡിക് ആണോ, ഈ വാട്ടർ സോലുബിൾ സോൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ അത് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ പൊതുവായി പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ സോലുബിൾ സോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ അത് അറിയണമെങ്കിൽ, ആ സോൾട്ടുകളെ പറ്റി നല്ലവണ്ണം മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും കാര്യം വ്യക്തമായി പഠിച്ചിരിക്കുക. ആദ്യം ആസിഡുകൾക്ക് എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, കാരണം ആസിഡും ബേസും കൂടെ ചേർന്നിട്ടാണ് സോൾട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആസിഡുകളെ പറ്റി ബേസുകളെ പറ്റി നല്ലവണ്ണം പഠിച്ചിരിക്കണം. അപ്പൊ അതിൽ ആദ്യത്തെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇനി ഒരെണ്ണം H2SO4 എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ്, അടുത്തൊരു നൈട്രിക് ആസിഡ്, പിന്നെ CH3COOH എന്നറിയപ്പെടുന്ന അസറ്റിക് ആസിഡ്, H2CO3 എന്നറിയപ്പെടുന്ന കാർബോണിക് ആസിഡ്. അതുപോലെ തന്നെ ബേസുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് പോലുള്ളത് ബേസുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമുക്ക് സോൾട്ട് ഫോം ചെയ്യണമെങ്കിൽ അത് ആസിഡിൽ നിന്നും ബേസിൽ നിന്നുമേ ഫോം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സോലുബിൾ സോൾട്ടുകളെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആസിഡുകളെ പറ്റി ബേസുകളെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പൊ അതിൽ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡിന്റെ പ്രത്യേകത, അത് വാട്ടറിനകത്ത് കംപ്ലീറ്റ് അയണൈസേഷൻ ഉള്ള ആസിഡുകളാണ്. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് അയണൈസേഷൻ ഉള്ള ഇലക്ട്രോലൈറ്റുകളെ നമ്മൾ സാധാരണ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ HCl, H2SO4, HNO3 പോലുള്ള ആൾക്കാർ സ്ട്രോങ് ആസിഡുകൾക്ക് ഉദാഹരണമാണ്, സ്ട്രോങ് ആസിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ അസറ്റിക് ആസിഡും കാർബോണിക് ആസിഡും ഒക്കെ വാട്ടറിൽ ഫീബിൾ അയണൈസേഷൻ എന്ന് വെച്ചാൽ കുറച്ച് മാത്രം അയണൈസ് ചെയ്യുന്ന ആസിഡുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വീക്ക് ഇലക്ട്രോലൈറ്റുകൾ എന്ന സെക്ഷനിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വീക്ക് ആസിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചു വെക്കേണ്ട എക്സാമ്പിൾസ് അസറ്റിക് ആസിഡ്, കാർബോണിക് ആസിഡ് പോലുള്ള ആൾക്കാർ വീക്ക് ആസിഡുകളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എല്ലാം സ്ട്രോങ് ആസിഡുകളാണെന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ബേസിന്റെ കാര്യം നോക്കിയാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലുള്ള ആൾക്കാരെ നമ്മൾ സ്ട്രോങ് ബേസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡും പിന്നെ മറ്റ് മെറ്റൽ ഹൈഡ്രോക്സൈഡ്സും എല്ലാം തന്നെ വീക്ക് ബേസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കൃത്യമായി എക്സാമ്പിൾ അറിയാം. അപ്പൊ നമുക്ക് ഇത് ശരിക്കും പറയേണ്ടത് സോലുബിൾ സോൾട്ടുകളെ പറ്റിയാണ്. പക്ഷെ നമുക്ക് സോലുബിൾ സോൾട്ടുകളെ പറ്റി അറിയണമെങ്കിൽ കൃത്യമായി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലേ പറ്റുള്ളൂ. സ്ട്രോങ് ആസിഡിന് എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. വീക്ക് ആസിഡിന് എക്സാമ്പിൾ അസറ്റിക് ആസിഡ് ആൻഡ് കാർബോണിക് ആസിഡ്. സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വീക്ക് ബേസിന് എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇത്രയും കാര്യങ്ങൾ അറിയാം. പിന്നെ ഞാൻ അടുത്ത ഒരു സോൾട്ടിനെ പറ്റി പറയാം. ഒരു ഉദാഹരണം NaCl. ഈ NaCl പ്രത്യേകത, ഇത് വാട്ടറിനകത്ത് കംപ്ലീറ്റ് അയണൈസ് ചെയ്യുന്ന ഒരു സോൾട്ട് ആണ്. ഈ NaCl ഫോം ചെയ്യാൻ ഉപയോഗിച്ച ആസിഡ് ഏതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ആസിഡ് Cl ഉൾപ്പെടുന്നത് HCl ആണ്. HCl ന്റെ പ്രത്യേകത, അത് സ്ട്രോങ് ആസിഡ് ആണെന്ന് അറിയാം, സ്ട്രോങ് ആസിഡ് ആണ്. അതുപോലെ തന്നെ കൂടെയുള്ള Na എന്ന് ഉദ്ദേശിക്കുന്നത് NaOH നിന്നാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്ട്രോങ് ബേസ് ആണ്. എങ്കിൽ NaCl നെ വിളിക്കേണ്ട പേര് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് എന്ന് പറയാം, ബേസ്. ഓക്കെ. അതുപോലെ മറ്റൊരെണ്ണം NH4Cl. NH4Cl ഫോം ചെയ്യാൻ ആവശ്യമായ ആസിഡ് ഏതാണ്? Cl ഉൾപ്പെടുന്ന ആസിഡ് നോക്കുക. Cl ഉൾപ്പെടുന്ന ആസിഡ് HCl ആണ്. HCl എന്ന് വെച്ചാൽ അത് സ്ട്രോങ് ആസിഡ് ആണ്. അതേസമയം NH4 ഉൾപ്പെടുന്നത് വീക്ക് ബേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആണ്, സോൾട്ട് ഓഫ്. ഓക്കെ. അതുപോലെ മറ്റൊരു സോലുബിൾ സോൾട്ട് CH3COONA, സോഡിയം അസറ്റേറ്റ്. ഈ സോഡിയം അസറ്റിന്റെ പ്രത്യേകത, CH3COO ഗ്രൂപ്പുള്ള ആസിഡ്. CH3CO ഗ്രൂപ്പുള്ള ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡിന്റെ പ്രത്യേകത വീക്ക് ആസിഡ് ആണ്. അപ്പൊ അത് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ്. ഇനി കൂടെയുള്ള NaOH ആണ്. NaOHന്റെ പ്രത്യേകത അത് സ്ട്രോങ് ആസിഡ് ആണ്, സ്ട്രോങ് ബേസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആൻഡ് സ്ട്രോങ് ബേസ്. ഇനി CH3CONH4.
അതുപോലെ നോക്കുന്ന സമയത്ത് CH3CO എന്നുള്ളത് വീക്ക് ആസിഡ് ആണ്, NH4 ഉൾപ്പെടുന്നത് NH4OH ആണത്. CH3COH എന്ന് വെച്ചാൽ വീക്ക് ആസിഡ് ആണ്, അതേസമയം NH4OH ഗ്രൂപ്പ് ഉൾപ്പെടുന്നത് അത് വീക്ക് ബേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ആണ്. സോലുബിൾ സോൾട്ടുകൾ നമുക്ക് 4 ആയി തരംതിരിക്കാം. ഒന്നാമത്തെ ടൈപ്പ് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, എക്സാമ്പിൾ NaCl. അടുത്ത സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, എക്സാമ്പിൾ അറിയാം. അടുത്ത സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, അതിന് എക്സാമ്പിൾ സോഡിയം അസറ്റേറ്റ്, സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, എക്സാമ്പിൾ CH3CO NH4. ശരി, ഞാനിവിടെ 1-2 സോൾട്ടുകളോട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. KNO3 പരിശോധിക്കാം. KNO3 ഏത് കാറ്റഗറിക്ക് ഉൾപ്പെടുത്താം എന്ന് നോക്കുന്ന സമയത്ത് NO3 വരുന്നത് HNO3 സ്ട്രോങ് ആസിഡ് ആണ്. K വരുന്നത് KOH ആണ്, അത് സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ശരി, അടുത്ത് വേറൊന്ന് NH4Cl, അത് നേരത്തെ എഴുതി തന്നെ ഇതൊക്കെ. അടുത്ത് വേറൊന്ന് NH4 twice CO3 അമോണിയം കാർബണേറ്റ്. നോക്കാം, കാർബണേറ്റ് ഉൾപ്പെടുന്നത് വീക്ക് ആസിഡിനകത്താണ്, അതേസമയം അമോണിയം ഉൾപ്പെടുന്നത് വീക്ക് ബേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉൾപ്പെടുന്ന സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആണ്. ഇതിനകത്ത് വരുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് അമോണിയം കാർബണേറ്റ്. അപ്പൊ ഇങ്ങനെ നമുക്ക് സോലുബിൾ സോൾട്ടുകളെ കണ്ടുപിടിക്കാം. KCl Cl സ്ട്രോങ് ആസിഡ് ആണ്, K സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ KCl എന്ന് അറിയപ്പെടുന്നത് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന് മറ്റൊരു എക്സാമ്പിൾ ആണ്. അടുത്ത CH3CO NH4 അവിടെ എഴുതിയിട്ടുണ്ട്, അമോണിയം അസറ്റേറ്റ്. ശരി, അപ്പൊ ഇങ്ങനെ ഓരോ സോൾട്ടുകളും പറഞ്ഞാൽ വേറെ ഉദാഹരണം നോക്കാം. സോഡിയം കാർബണേറ്റ് Na2CO3 ഇതിനകത്ത് ഏത് സെക്ഷനകത്ത് വരും എന്ന് ചോദിച്ചാൽ കാർബോണിക് ആസിഡ്, CO3 ഉൾപ്പെടുന്ന കാർബോണിക് ആസിഡ്, അത് വീക്ക് ആസിഡ് ആണ്. Na ഉൾപ്പെടുന്നത് NaOH സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ അത് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസിനകത്ത് വരും, അതായത് ഈ കാറ്റഗറിക്കകത്ത് വരും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ നമുക്ക് കാറ്റഗറി കണ്ടുപിടിക്കാം. അപ്പൊ പ്രത്യക്ഷത്തില് നമ്മുടെ ഒന്നാമത്തെ ജോലി എന്ന് വെച്ചാൽ സോലുബിൾ സോൾട്ടുകളുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിത്ത് എക്സാമ്പിൾ 4 തരത്തിലുണ്ട്. സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്, അതുപോലെ തന്നെ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, അതുപോലെ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. 4 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ സോലുബിൾ സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, ആ സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സൊല്യൂഷന്റെ ക്യാരക്ടർ എന്താണ്, അത് അസിഡിക് ആണോ ബേസിക് ആണോ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് അതാണ്, ഹൈഡ്രോളിസിസിനെ പറ്റിയാണ്. ഓഫ് സോലുബിൾ സോൾട്ട് ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ശരി, അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഉദാഹരണം നമുക്ക് NaCl ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുന്ന സൊല്യൂഷന്റെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം NaCl എടുത്ത് എഴുതുക. അതിന്റെ കൂടെ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ അഡിഷൻ ആണ്. അപ്പൊ അവിടെ കിട്ടുന്നത് തിരിച്ച് ഏത് ആസിഡിൽ നിന്നാണോ ആ സോൾട്ട് ഫോം ചെയ്തത്, ആ ആസിഡിന്റെ ഫോമുല അവിടെ എഴുതുക, HCl. ഏത് ബേസിൽ നിന്നാണോ ആ സോൾട്ട് ഫോം ചെയ്തത്, ആ ബേസിന്റെ ഫോമുല അതിന്റെ കൂടെ എഴുതുക. ഓക്കെ, ഇനി അവിടെ എഴുതിയിരിക്കുന്ന ഈ രണ്ടുപേരില് ആരാണോ സ്ട്രോങ്, അതായത് ബേസ് ആണ് സ്ട്രോങ് എങ്കിൽ ആ സൊല്യൂഷന്റെ ക്യാരക്ടർ ബേസിക് ആയിരിക്കും. ആസിഡ് ആണ് സ്ട്രോങ് എങ്കിൽ ആ സൊല്യൂഷന്റെ ക്യാരക്ടർ അസിഡിക് ആയിരിക്കും. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ ആ സൊല്യൂഷന്റെ ക്യാരക്ടർ ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടെ ഓർമ്മിക്കാം. അപ്പൊ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഒരു സോൾട്ട് തന്നാൽ ആ സോൾട്ടിന്റെ ഹൈഡ്രോളിസിസ് എന്ന ഇക്വേഷൻ പോലെ എഴുതുക. എന്നിട്ട് ഏത് ആസിഡിൽ നിന്നാണ് ഫോം ചെയ്തത് ആ ആസിഡിന്റെ ഫോമുല ഓർത്ത് എഴുതണം. ഇക്വേഷൻ നോക്കിയല്ല, ആ ഫോമുല ഓർത്ത് എഴുതുക. അതുപോലെ തന്നെ ഏത് ബേസിൽ നിന്നാണ് അത് ഫോം ചെയ്തത് ആ ബേസിന്റെ ഫോമുലയും ഓർത്ത് എഴുതിയതിനു ശേഷം ആ രണ്ടെണ്ണത്തില് ആരാണോ സ്ട്രോങ് അതിന്റെ ക്യാരക്ടർ അത് കാണിക്കണം. രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ അത് ന്യൂട്രൽ എന്ന് പറയണം. ഇനി അതിൽ വേറെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം സ്ട്രോങ് ആണെങ്കിൽ അതിന്റെ ക്യാരക്ടർ കാണിക്കണം. ശരി, അപ്പൊ നോക്കാം. ഇവിടെ HCl എന്നുള്ളത് നമുക്കറിയാം, അത് സ്ട്രോങ് ആസിഡ് ആണ്. NaOH എന്നുള്ളത് സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ അത് ന്യൂട്രൽ ആണെന്ന് പഠിക്കുക. അപ്പോ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ഉള്ള ആരായാലും ശരി, ആ സോൾട്ടിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷന്റെ ക്യാരക്ടർ ന്യൂട്രൽ ആയിരിക്കുമെന്ന് ഓർക്കുക. ശരി, അടുത്ത എക്സാമ്പിൾ NH4Cl. ഇതുപോലെ ആലോചിച്ച് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു വാട്ടർ എഴുതണം. എന്നിട്ട് ഇത് ഏത് ആസിഡിൽ നിന്നാണ് ഫോം ചെയ്തത് ആ ആസിഡിന്റെ ഫോമുല ഓർത്ത് എഴുതണം.
HCl പ്ലസ് ഏത് ബേസിൽ നിന്നാണ് ഫോം ചെയ്തത് NH4 ഉൾപ്പെടുന്ന NH4OH. ഇത് രണ്ട് പരിശോധിക്കുന്ന സമയത്ത് HCl പ്രത്യേകത HCl ആണ് സ്ട്രോങ് ആസിഡ് ആണ്, NH4 വീക്ക് ആണ്. ഞാൻ പറഞ്ഞു ഏതാണോ സ്ട്രോങ് അതിന്റെ ക്യാരക്ടർ കാണിക്കണം. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത അവിടെ രണ്ടുപേരിലും സ്ട്രോങ് ആയിട്ടുള്ളത് ആസിഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സൊല്യൂഷൻ എന്നുള്ളത് അസിഡിക് ആണെന്ന് പഠിക്കുക. അപ്പോ നമുക്ക് പൊതുവായി മനസ്സിലാക്കാം സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആണെങ്കിൽ ആ കിട്ടുന്ന സൊല്യൂഷന്റെ ക്യാരക്ടർ അസിഡിക് ആണെന്ന് പഠിക്കുക. അതുപോലെ CH3CONA ചെയ്ത് നോക്കാം. പ്ലസ് ഹൈഡ്രോളിസിസ് ആയതുകൊണ്ട് H2O. ഏത് ആസിഡിൽ നിന്ന് ഫോം ചെയ്തു അതിന്റെ ഫോർമുല എഴുതുക CH3COH. ഏത് ബേസിൽ നിന്ന് ഫോം ചെയ്തു Na ഉൾപ്പെടുന്ന ബേസിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് NaOH. ഈ രണ്ടുപേരിലും സ്ട്രോങ് ആരാണെന്ന് ചോദിച്ചാൽ അസറ്റിക് ആസിഡ് എന്നുള്ളത് വീക്ക് ആസിഡ് ആണ്, അതേസമയം NaOH എന്നുള്ളത് സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൊല്യൂഷന്റെ ക്യാരക്ടർ ബേസിക് ആണ്. അപ്പോ സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസിന് ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുന്ന സൊല്യൂഷന്റെ ക്യാരക്ടർ ബേസിക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത എക്സാമ്പിൾ ഇതുപോലെ NH4 പ്ലസ് H2 എന്ന് എഴുതി ഏത് ആസിഡിൽ നിന്ന് ഫോം ചെയ്തു അതിന്റെ ഫോർമുല CH3COOH. ഏത് ബേസിൽ നിന്നാണ് ഫോം ചെയ്തത് അതിന്റെ ഫോർമുല NH4OH. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റ് CH3COH എന്നുള്ളത് വീക്ക് ബേസ് ആണ്, വീക്ക് ആസിഡ് ആണ്, അതേസമയം NH4OH എന്നുള്ളത് വീക്ക് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കിട്ടുന്ന പ്രോഡക്റ്റ് രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ ന്യൂട്രൽ എന്ന് പറയണം, ഇല്ലെങ്കിൽ കിട്ടുന്നതിൽ ആരാണോ സ്ട്രോങ് അതിന്റെ ക്യാരക്ടർ പറയണം. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത രണ്ടുപേരും വീക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫോർമുലയുടെ ആവശ്യമുണ്ട്. pH equal to 7 plus half into pKa minus pKb എന്നൊരു ഫോർമുല ഉപയോഗിച്ച് വേണം അവിടെ പറയാൻ പറ്റുള്ളൂ. അവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ സൊല്യൂഷൻ അസിഡിക്കോ ബേസിക്കോ എന്ന് പറയാൻ കഴിയില്ല. അവിടെ pKയുടെ വാല്യൂസും pKbയുടെ വാല്യൂസും തന്നിരുന്നാൽ മാത്രമേ നമുക്ക് pH കണ്ടുപിടിച്ചതിന് ശേഷം ആ സൊല്യൂഷന്റെ ക്യാരക്ടർ ഏതാണെന്ന് പറയാൻ കഴിയുള്ളൂ. pKയുടെ വാല്യൂ ആണ് വലുതെങ്കിൽ pKb എങ്കിൽ അപ്പൊ pKയുടെ വാല്യൂ വലുതാണെങ്കിൽ 7+ എന്നായിരിക്കും ആ വാല്യൂ വരിക. അപ്പൊ 7നെക്കാൾ കൂടിയ വാല്യൂ ആണ്. 7നെക്കാൾ കൂടിയ വാല്യൂ എന്ന് വെച്ചാൽ അത് ബേസിക് ആയിരിക്കും. അതേസമയം pKbയുടെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ ഈ മൈനസ് വാല്യൂ ഇതാണ് കൂടുതലെങ്കിൽ 7- എന്ന് വരും. 7- വരുന്ന 7നെക്കാൾ കുറഞ്ഞ വാല്യൂ ആണ്. അങ്ങനെയുള്ള സമയത്ത് അത് അസിഡിക് ആണെന്ന് പറയണം. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. pKa വാല്യൂസും pKb വാല്യൂസും തന്നിരുന്നാൽ മാത്രമേ അങ്ങനെയുള്ള കേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. pKയുടെ വാല്യൂ ആണ് വലുത്, ഇതാണ് വലുതെങ്കിൽ 7+ എന്ന് വരും. 7+ എന്ന് വെച്ചാൽ 7നെക്കാൾ കൂടിയ വാല്യൂ ആണ്. 7നെക്കാൾ കൂടിയല്ലെങ്കിൽ അത് ബേസിക് ആണ്. അതേസമയം pKbയുടെ വാല്യൂ ആണ് വലുതെങ്കിൽ 7- ആണ്. 7- ആകുമ്പോഴത്തേക്ക് അത് 7നെക്കാൾ കുറഞ്ഞ വാല്യൂ ആണ്, അത് അസിഡിക് ആണെന്ന് നമുക്ക് ഓർക്കാം. ഓക്കെ, വേറെ എക്സാമ്പിൾ ഇതിനകത്ത് ഉൾപ്പെടാത്ത വേറെ എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഉദാഹരണം Na2CO3 പ്ലസ് ചെയ്ത് നോക്കാം. ഏത് ആസിഡിൽ നിന്നാണ് ഫോം ചെയ്തത്? CO3 ഉൾപ്പെടുന്ന ആസിഡ് ഏതാണ്? CO3 ഉൾപ്പെടുന്ന ആസിഡ് H2CO3. ശരി, പ്ലസ് Na ഉൾപ്പെടുന്ന ബേസ് NaOH. ഈ രണ്ടുപേരും സ്ട്രോങ് ആരാണ്? രണ്ടുപേരും സ്ട്രോങ് നോക്കുന്ന സമയത്ത് NaOH ആണ് സ്ട്രോങ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബേസിക് ആണ്. അപ്പോൾ സോഡിയം കാർബണേറ്റ് വെള്ളത്തിലിട്ടാൽ കിട്ടുന്ന സൊല്യൂഷന്റെ ക്യാരക്ടർ ബേസിക് ആണ്. നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ഇങ്ങനെ ഓരോ സോൾട്ടുകൾ നമുക്ക് ഇതുപോലെ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും സോലബിൾ സോൾട്ടുകളെ പറ്റിയാണ്. അതിനകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം അവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സോലബിൾ സോൾട്ട് വിത്ത് എക്സാമ്പിൾ ചോദിക്കാം. രണ്ടാം റൗണ്ട് ഹൈഡ്രോളിസിസ് ഓഫ് സോലബിൾ സോൾട്ടിനെ പറ്റി നമുക്കറിയാം. പിന്നെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫോർമുല വെച്ച് പ്രോബ്ലം നമുക്ക് സാധാരണ ചോദിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ലോണം എഴുതി പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ